നിൽക്കുന്ന ഈ ഒരു സൈറ്റ് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മൂത്തേടം എന്ന് പറയുന്ന സ്ഥലത്താണ്. മൂത്തേടം ഗവൺമെൻറ് സ്കൂളിൻ്റെ അടുത്തായിട്ടുള്ളൊരു പ്ലോട്ടാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് കോഴിക്കോടാണ്, പക്ഷേ എൻ്റെ നാടും ഇവിടെ തന്നെയാണ്, നിലമ്പൂർ എടക്കര തന്നെയാണ്. ഇവിടുത്തെ ക്ലയൻറ്റ് എന്ന് പറയുന്നത് 2 ബ്രദേഴ്സാണ്, ഏട്ടൻ്റെയും അനിയൻ്റെയും വീടാണ്. അപ്പോൾ പ്ലോട്ട് അത്യാവശ്യം ബാക്കിലേക്ക് മൊത്തം പാടം അങ്ങനെയുള്ളൊരു പ്ലോട്ടാണ്, പഴയ വയലാണ്, മൊത്തം പെട്ട പ്ലോട്ട് തന്നെയാണ്. അതിൽ ഏട്ടനും അനിയൻ്റെയും കൂടെ വീട് ഒരേ സെയിം പ്ലോട്ടിൽ തന്നെയാണ് നമ്മളിത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഫാദർ ആയാലും അവർക്ക് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ 2 പേരുടെയും വീട് വേണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ ഒറ്റൊരു കോമൺ ഗേറ്റും ഉള്ളൂ, അതുപോലെ ഒരു വിക്കറ്റ് ഗേറ്റ്. മെയിൻ ഒരു അപ്രോച്ച് റോഡ് എന്ന് പറയുന്നത് നോർത്ത് സൈഡിൽ നിന്നാണ് നമുക്ക് നേരെ ഈ ഒരു വീട്ടിലേക്ക്, ഈ ഒരു പ്ലോട്ടിലേക്കുള്ള വ്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 വീടും പ്ലേസ് ചെയ്തത് അതുപോലെ തന്നെയാണ്. അതുപോലെ നോർത്ത് സൈഡിൽ നിന്നുള്ള ലൈറ്റും 2 വീട്ടിലേക്കും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വീട് കുറച്ച് ഫ്രണ്ടിലേക്കും ഒന്ന് കുറച്ച് ബാക്കിലേക്കും ആയിട്ടാണ്. അപ്പോൾ 2ലും നമുക്ക് നോർത്ത് ലൈറ്റ് കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തണമായിരുന്നു. ഏകദേശം 7 വർഷത്തോളം മുമ്പാണ് നമ്മളിതിൻ്റെ ഒരു പ്ലാനിങ് സ്റ്റേജിലേക്ക് കിടക്കുന്നത്. അന്ന് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് അവർക്കൊരു ട്രഡീഷണൽ ടൈപ്പ് വീട് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ വരുന്ന ഏറ്റവും നമ്മൾ ഈ ഒരു നാടിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഈ ക്ലയൻറ്റുമായിട്ട് നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഇവിടെ പൊതുവേ ഒരു ടിപ്പിക്കൽ സ്റ്റൈലിൽ അങ്ങനെ പോകുന്ന രീതിയിലായിരുന്നു, ഒരു കൺവെൻഷണൽ മെത്തേഡിലാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുപാട് എലമെൻറ്റ്സ് അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് കൊണ്ടുവരുമ്പോൾ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകളും അത് നമുക്ക് അവർ കൺവിൻസ് ചെയ്ത് കൊടുക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് മെയിൻ ഇവിടെ ചലഞ്ച് എന്ന് പറയുന്നത്. എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മൾ മാക്സിമം എർത്തി കളേഴ്സ് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് നമ്മൾ കളറിൻ്റെ ഒരു കോമ്പിനേഷൻസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ടെറാക്കോട്ടയുടെ കളർ വരുന്നുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് കളറാണ് വാളിലധികം നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു വുഡൻ ഫിനിഷ് നമുക്ക് എല്ലാ സ്ഥലങ്ങളും കുറച്ച് എലമെൻറ്റ്സ് നമുക്ക് വുഡിൻ്റെതാണ്, എക്സ്റ്റീരിയറിലായാലും ഇൻറ്റീരിയറിലായാലും. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു ട്രഡീഷണലിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മളിതുവരെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. എല്ലാം നമുക്കിവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ലാറ്ററൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള പില്ലേഴ്സൊക്കെ നോക്കിയാൽ അതൊക്കെ സിമെൻറ്റിൽ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുള്ള പില്ലേഴ്സാണ്. അതിൽ നമ്മൾ കുറച്ച് ടെക്സ്ചർ വർക്ക് ആഡ് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റോണിൻ്റെ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നതാണ്.